എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്കൊരു യാത്ര പോകാം. ഫസ്റ്റ് ലെഗ് വാഷിങ്ടൺ DC എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സാന്റിയാഗോയിൽ നിന്ന് 5 മണിക്കൂർ 33 മിനിറ്റാണ് ഫ്ലൈറ്റ്. ഞാൻ സാന്റിയാഗോ എയർപോർട്ടിൽ നിന്ന് ഡെല്ലസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വാഷിങ്ടൺ DCയിലെത്തി. ഈ വാഷിങ്ടൺ DCയെ കുറിച്ചുകൂടി ഒരു വാക്ക് പറയാം. വാഷിങ്ടൺ DC ഫെഡറൽ ഡിസ്ട്രിക്റ്റും ക്യാപിറ്റൽ സിറ്റിയുമാണ്. ഇത് മേരിലാൻഡ് സ്റ്റേറ്റിൻ്റെയും വെർജീനിയ സ്റ്റേറ്റിൻ്റെയും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ ഭരണം കൈയാളുന്ന വൈറ്റ് ഹൗസ്, ക്യാപിറ്റോൾ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് വൈറ്റ് ഹൗസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെല്ലസ് എയർപോർട്ടിലെത്തി. അവിടുന്ന് റെൻ്റൽ കാറിലാണ് ഇനി അടുത്ത യാത്ര. റെൻ്റൽ കാറിൽ എടുത്തത് ടൊയോട്ട ഹൈലാൻഡറാണ്, 6 സീറ്റർ. ഞങ്ങൾ നേരെ ഇനി പോകുന്നത് വാഷിങ്ടൺ DC സബർബിലേക്കാണ് പോകുന്നത്. അവിടെയാണ് Airbnb സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്നു. പിറ്റേ ദിവസം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷിങ്ടൺ DCയിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ യാത്ര പോകാൻ തീരുമാനിച്ചത് മെട്രോയിലാണ്. ഇപ്പോൾ മെട്രോയ്ക്ക് ഫീഡർ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്, നല്ല ബസ്സുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഡ്രൈവർ ഉണ്ടാകും, കണ്ടക്ടറോ അങ്ങനെ ആരുമില്ല. കയറി കാർഡ് സ്വൈപ്പ് ചെയ്തതിനകത്ത് കയറാൻ ഞങ്ങൾ നേരെ ഒരു ഫീഡർ ബസ്സിൻ്റെ അടുത്ത് കയറി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് 5 ദിവസത്തേക്ക് എൻ്റെ സണ്ണിൻ്റെ ടിക്കറ്റ് എടുത്തു. അവിടുന്ന് മെട്രോയിൽ ഞങ്ങൾ നേരെ വാഷിങ്ടൺ DCയിലുള്ള സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അവിടുന്ന് നേരെ വാഷിങ്ടൺ DCയുടെ വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് പോയി. വിസിറ്റേഴ്സ് സെൻറ്ററിൽ പോയിട്ട് നേരെ ആദ്യം പോയത് വൈറ്റ് ഹൗസ് മ്യൂസിയമാണ്. മ്യൂസിയം സാധാരണഗതിയിൽ എല്ലാ മ്യൂസിയത്തിലും പോലെ പുരാവസ്തുക്കളോ പഴയ സാധനങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. കാലാകാലങ്ങളിലായിട്ട് വൈറ്റ് ഹൗസിന് വന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, കൺസ്ട്രക്ഷൻ, പിന്നെ പഴയ പ്രസിഡന്റുമാർ ഒരാൾക്ക് ഉപയോഗിച്ചിരുന്ന ഫർണിച്ചർ, അവർ ഉപയോഗിച്ചിരുന്ന വളരെ പഴയ സിറാമിക് പാത്രങ്ങൾ, ഇങ്ങനെ പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി നേരെ പോയത് വൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വൈറ്റ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസം വന്ന് കണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് വൈറ്റ് ഹൗസ്. ഈ നമ്മളുടെ എല്ലാം മനസ്സിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ വരുന്ന വൈറ്റ് ഹൗസും ക്യാപിറ്റോളും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അത് എല്ലാവർക്കും ലോകത്തിലെമ്പാടും ഉള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു സ്ഥലമാണ് വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിന് 233 വർഷം പഴക്കമുണ്ട്. അതിൻ്റെ മുൻവശത്തേക്ക് പോകാൻ സാധിച്ചില്ല. പുറകുവശത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാരെല്ലാം ഈ വൈറ്റ് ഹൗസ് കണ്ടുപോകുമ്പോഴുള്ള അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതവരുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. എനിക്കും വളരെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടായത് ഈ വൈറ്റ് ഹൗസ് കണ്ടപ്പോഴത്തേക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ഭരണം നടത്തുന്നത് തന്നെ വൈറ്റ് ഹൗസിൽ നിന്നാണ്. പ്രസിഡന്റ് താമസിക്കുന്ന അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ഓവൽ ഓഫീസ് അവിടെയാണ്. ഈ ബാരക് ഒബാമയുടെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, എ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഈ ഓവൽ ഹൗസും അതിൻ്റെ എല്ലാത്തിനും കുറിച്ച് വളരെ വിശദമായിട്ട് അതിൻ്റെ അത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഹൗസ് കണ്ട് ചാരിതാർത്ഥത്തോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് പോയത് ഷേക്സ്പിയർ ലൈബ്രറിയാണ്. ഷേക്സ്പിയർ ലൈബ്രറി ഇതിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. അത് ഒരു വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് പണിത്. ഈ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ പേര് ഫ്രോഗർ എന്നാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യ സ്നേഹി ആണ് ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ടായത്. അതിനാണ്ട് ഒരു 3 നിലയിലുള്ള ഒരു വളരെ ബൃഹത്തായ ഒരു കെട്ടിടമാണ്. ഒരു ലൈബ്രറി എന്നുള്ള ചെറിയൊരു വാക്കിൽ ഒതുക്കാൻ പറ്റുകയില്ല. ഷേക്സ്പിയറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളും സാമഗ്രികളും ലോകത്തിൽ വെച്ചുള്ളത് ഈ ലൈബ്രറിയിലാണ്. അവിടെ പുസ്തകത്തിൻ്റെ കളക്ഷൻ മാത്രമല്ല, ഈ ഷേക്സ്പിയറിൻ്റെ എല്ലാ കാര്യങ്ങളും കുറിച്ച് ഗവേഷണം നടത്താനും പിന്നെ തിയേറ്ററിനുള്ള സംവിധാനം അവിടെയുണ്ട്. പിന്നെ അവരിതിനെ ഫെല്ലോഷിപ്പ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 നിലകളിൽ വളരെ എക്സോസ്റ്റീവായിട്ട് ഈ ഷേക്സ്പിയറിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ അവിടെ ഉണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. അപ്പം ഇത്രയും കണ്ടതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൊണ്ട് കാണിക്കാം. ഇപ്പോൾ ഏതാണ്ട് ഉച്ചയായി, ഇനി ലഞ്ചാണ്. ലഞ്ചിന് പോയത് ഒരു ഏഷ്യൻ റെസ്റ്റോറൻ്റാണ്. അവിടെ ഒരു ഭക്ഷണം നിങ്ങളെ പരിചയപ്പെടുത്താം, സുഷി. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സുഷി കഴിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഷി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ളി കുക്ക്ഡ് ഫിഷ് അല്ല, അത് പച്ച മത്സ്യം എന്തോ ശരിയൊരു മാരിനേറ്റ് ചെയ്തിട്ടാണ് അത് എടുത്തേക്കുന്നത്. അപ്പോൾ ഫിഷ്, ആൽമണ്ട്, ചീസ്, അതിൻ്റെ പുറകിൽ കുറച്ച് റൈസും ഉണ്ട്. ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നത് ഒരു 1 ഇഞ്ച് തിക്നെസ്. റൗണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ നാട്ടിൽ കിട്ടുന്ന ചെറിയൊരു ജിലേബിയുടെ തരത്തിൽ
അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫുഡും എനിക്ക് കഴിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, അടുത്ത സ്ഥലത്ത് നേരെ തന്നെ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മ്യൂസിയം ഓഫ് അമേരിക്കൻ ഹിസ്റ്ററി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കക്കാരുടെ ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഏത് രീതിയിലാണ് അവർ ഈ രീതിയിൽ രൂപാന്തരപ്പെട്ടതെന്നുള്ള എല്ലാം അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം ഇതോടുകൂടി ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു. നാളെ നമ്മൾ പോകാൻ പോണത് ന്യൂയോർക്കിലേക്കാണ്. ബൈ.